കൂടിയ ഈ ഒരു മജ്‌ലിസിന് നാളെ മഹ്ശറയിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സ്വർഗം ലഭിക്കുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇവിടെ സ്വാഗത ഭാഷണം മുതൽ ഉദ്ഘാടന ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ നമ്മളിങ്ങനെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. സുബൈർക്ക പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുവഹിദുകളായ ആളുകൾ ഇന്നത്തെ സമയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച് അതിനു വേണ്ടി സംഘടിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യത്യസ്തമായ സമയങ്ങളിൽ ഇന്ന് ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ നമ്മുടെ സഹോദരങ്ങൾ പല സ്ഥലങ്ങളിലും സംഘടിച്ചു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കൂടിയവർ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ആ യോഗങ്ങളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഈ സമയത്ത് ഈ മസ്ജിദുർ റഹ്മയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെയാണ് വന്നു ചേർന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തന്നെ കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതൊരു വലിയ കാര്യമാണ്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. സുഡാനിനെ പോലെ, മൊറോക്ക എന്ന് പറയുന്ന രാജ്യത്തെ പോലെ ഒരുപാട് രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിലൊക്കെയും അവരുടേതായിട്ടുള്ള മാതൃഭാഷ നിലനിൽക്കുന്നുണ്ട്. അവരുടെ സ്വന്തം, നമ്മൾ മലയാളം പറയുന്നത് പോലെ അവർക്ക് അവരുടെ നാട്ടുഭാഷയുണ്ട്. പക്ഷേ ഈ സുഡാനിലും മൊറോക്കയിലുമൊക്കെ അവിടെയുള്ള മുസ്ലിങ്ങളായ ആളുകളും അല്ലാത്തവരും നന്നായിട്ട് അറബി സംസാരിക്കുവാൻ കൂടി അവർക്ക് സാധിച്ചു എന്നത് ആ രാജ്യത്തേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തി എന്നതിൻ്റെ ഒരു മഹാ സൗഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും ആ ഭാഷ അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. എന്നാൽ കേരളത്തിൽ അതേ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടും അറബി എന്നതിൻ്റെ ആദ്യാക്ഷരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അതിൽ സംശയം നിലനിൽക്കുന്നു എന്നതാണ് വലിയ ഒരു ദുരന്തം. ഇസ്ലാം അതിൻ്റെ ആദ്യകാലത്ത് വളരെ കൃത്യമായിട്ട് തന്നെ തനതായ രീതിയിലാണ് പ്രചരിച്ചത് കേരളത്തിൽ. എന്നാൽ കാലഘട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളിലേക്ക് ഇസ്ലാം പോകേണ്ടി വന്നു. നമ്മുടെ നാടൊരു ബഹുസ്വരതയുടെ നാടാണ്. ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഹൈന്ദവ സഹോദരങ്ങളുടെയും ഒക്കെ ആചാരങ്ങളിൽ ആകൃഷ്ടരായി ഒരുപാട് ആചാരങ്ങളിലേക്ക് മുസ്ലിങ്ങളും മാറിപ്പോകേണ്ടി വന്നു. കൊടിയെടുക്കലും ചെണ്ടമുട്ടും ചാടിമുട്ടും അതുപോലെ തന്നെ ഉറൂസുകളും നേർച്ചകളും ഒക്കെയായി മുസ്ലിങ്ങളും മറ്റുള്ള മതങ്ങളിലെ ആചാരങ്ങളെ കുറേയൊക്കെ കടമെടുത്തു, അവരോടൊപ്പം കൂടി. ഞാൻ ഇന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹം എന്നോട് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരുനാവായയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആലുവക്കാരനാണ്. അപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ തിരുനാവായിൽ എവിടെയാണ്? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തിരുനാവായ എവിടെ അറിയാം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈരങ്കോടാണ്, എൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്, ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് അദ്ദേഹം. അങ്ങനെ പിന്നെ ഞങ്ങൾ സംസാരം തുടങ്ങി. ഈ സംസാരത്തിൽ ചെണ്ടമുട്ട് നേർച്ചയുടെ ഒരു സംസാരം വന്നു. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഉത്സവങ്ങളിൽ ചെണ്ടമുട്ടുമായിട്ട് അവർ വരുമ്പോൾ മുസ്ലിം പള്ളികൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 50 അടി മുന്നേ അവർ കൊട്ടു നിർത്തും.
പള്ളിയും കഴിഞ്ഞ് 50 അടിയും കൂടി മുന്നോട്ട് പോയാലേ അവരെ കൊട്ട് തുടർന്നു പോവുകയുള്ളൂ. പള്ളിയോടുള്ളൊരു ആദരവ് അന്നത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ തന്നെ പള്ളിൻ്റെ ഉള്ളിൽ കയറി കൊട്ടുന്ന സമ്പ്രദായം വന്നതോടുകൂടി ആ ഒരു സംവിധാനം അവരും ഒഴിവാക്കി. പള്ളിയുടെ അടുത്തുകൂടെ കൊട്ടിപ്പോകുന്നതൊരു തെറ്റല്ല എന്ന് അവർക്ക് തോന്നി. അതിനു കാരണം നമ്മളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയാനുണ്ടായ കാരണം, വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൊട്ടണം, എന്നാലേ ആ നേർച്ച നന്നാവുള്ളൂ. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളും ദുരാചാരങ്ങളും കൊണ്ട് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ ആ തനിതായ വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞു. ആരാണത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഇതിലൊക്കെയും ഒരുപാട് ദുരൂഹതകളുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരായി അന്ന് ഉലമാക്കളായി വന്നവർ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് തീർച്ചയായിട്ടും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കൾ എന്ന് പറയുന്ന ഷിയകൾ എന്ന് പറയുന്ന ആളുകളില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഷിയകൾ ഇല്ലാതെയായി പോയത് എന്നതിനെക്കുറിച്ച് ശക്തമായ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് അതിൻ്റെതായ ഒരു ആവശ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഷിയകൾ എന്തെല്ലാം ആചാരങ്ങളും വിശ്വാസവുമാണോ വെച്ചു പുലർത്തുന്നത് അത് മുഴുവനും ഈ കേരളത്തിൽ മുസ്ലിം പുരോഹിതരാൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖബറാരാധനയും നേർച്ചകളും ഉറൂസുകളും മരണപ്പെട്ടു പോയവരോടുള്ള സഹായാഭ്യർത്ഥനകളും ഒക്കെ ഷിയകളുടെ സംഭാവനയാണ്. ഷിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമുമായിട്ട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളാണ്. എത്രത്തോളം എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നവരാണ് അവർ. അവർക്കൊരു ഷഹാദത്തുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ അലി വലിയുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന അബൂബക്കർ ഉമർ ഉസ്മാൻ ആയിഷ ഹഫ്സ ഫിന്നാർ എന്ന് കൂടി അവർ ഷഹാദത്ത് ചൊല്ലണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ആയിഷ റളിയല്ലാഹു അൻഹയും ഒക്കെ നരകത്തിലാണ് എന്നുകൂടി അവർ സാക്ഷ്യം വഹിക്കണം. എന്നെങ്കിലേ അവർക്ക് ശരിയായി ഷിയയാവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിലെ മുസ്ലിം പുരോഹിതന്മാർ അത്ര അധപ്പതിച്ചിട്ടില്ല. ആ കാര്യത്തിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി അവരുടെ മുഴുവൻ ആചാരങ്ങളെയും ഇവിടെ ഒപ്പിയെടുത്തു. എത്രമാത്രമായിരുന്നു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഇസ്ലാമിൽ ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ മുസ്ലിം ഉമ്മത്തിലെ ഉമ്മമാരും ഉപ്പമാരും ചെയ്ത്താൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഷെയ്ത്താനെ ചെയ്ത്താൻ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് വിളിച്ചിരുന്നത്. ചെയ്ത്താൻ്റെ ദ്രോഹങ്ങൾ, പൂക്കുകൾ, കളികൾ എന്നൊക്കെ പറഞ്ഞത്. ഷെയ്ത്താൻ എന്ന് പോലും പറയാൻ അറിയാത്തവരായിരുന്നു മുസ്ലിങ്ങൾ. അതാണ് അതിൻ്റെ ആകത്തുക. ഷെയ്ത്താൻ എന്ന് പോലും പ്രയോഗിക്കാൻ അറിയാത്ത ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ കാലം മുതലേ ഇസ്ലാമിൻ്റെ സന്ദേശവും പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും ഈ കേരളത്തിൽ വന്നിട്ടും ഷെയ്ത്താൻ എന്ന് പോലും പറയാൻ അറിയാത്ത മുസ്ലിങ്ങളായി അധപ്പതിച്ചു പോയി. എൻ്റെ നാട്ടിൽ തിരൂര് വളരെ പ്രസക്തമായ ഒരു ആശുപത്രിയുണ്ട്. തിരൂര് നഴ്സിംഗ് ഹോം എന്നാണ് അതിനെ വിളിക്കുക. ആ കാലഘട്ടത്തിൽ കോട്ടക്കലോ അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രികളൊന്നുമില്ല. അന്നത്തെ ഏറ്റവും വലിയ ആശുപത്രി തിരൂര് നഴ്സിംഗ് ഹോമാണ്. അത് നടത്തിയിരുന്നത് ഡോക്ടർ ആലിക്കുട്ടി എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഇപ്പോൾ ഡോക്ടർമാരാണ്, അബ്ദുൽ നാസറും നൗഷാദും. ഈ ഡോക്ടർ ആലിക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ആ ആശുപത്രിയിൽ ചികിത്സക്ക് വന്ന് അഡ്മിറ്റാകുന്ന മുസ്ലിം ഉമ്മമാരോട് അദ്ദേഹം റൂമിൽ വരുമ്പോൾ, രോഗിയെ സന്ദർശിക്കാൻ വരുമ്പോൾ അവർക്ക് കൂട്ടു നിൽക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരോട് ചോദിക്കും, എന്താ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് എന്ന്. ഇതെനിക്ക് നല്ല അനുഭവമുണ്ട്. എനിക്ക് കേട്ട അനുഭവമുള്ള ഒന്നാണ്, ഞാൻ അനുഭവിച്ച ഒന്നാണ്. ഒരു 40 വർഷം മുമ്പ് അത്രയായിട്ടുള്ളൂ. അന്ന് ഇദ്ദേഹം റൂമിൽ വന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിക്കും, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താ? പക്ഷെ ഉമ്മമാർ പറയില്ല, പേര് പറയില്ല. അത് കേൾക്കുമ്പോൾ അവർ പുതച്ച മുണ്ട് ഇങ്ങനെ ഒന്നുകൂടി മുഖത്തേക്ക് പിടിച്ച് നാണിച്ച് നിൽക്കും. എന്തേ? ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും എന്നായിരുന്നു അന്നത്തെ ഉമ്മമാരുടെ വിശ്വാസം. ആലോചിച്ചു.
ഭർത്താവിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് പറയാൻ പാടില്ല. കുട്ടികളുടെ ഉപ്പ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പൊ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഉപ്പയുടെ പേര് മുഹമ്മദും ഇബ്രാഹിമും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത്തഹിയാത്തിൽ എന്താ ചൊല്ലുക? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നോടത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ കുട്ടികളുടെ ഉപ്പ എന്ന് പറയോ? ഇബ്രാഹിം നബിയുടെ പേരിൽ സ്വലാത്ത് വരുമ്പോൾ കുട്ടികളുടെ ഉപ്പ എന്ന് പറയോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കതൊരു പുതിയ ചോദ്യമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങളുടെ ഭർത്താവിന്റെ പേര് നിങ്ങൾക്ക് പറയാം, അതിൽ ഇസ്ലാമിൽ യാതൊരു തടസ്സവുമില്ല. അദ്ദേഹം ഒരു നവോത്ഥാന പ്രവർത്തകനായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ പറയുന്നത് അത്രമാത്രം അബദ്ധങ്ങളിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചില പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീനിനെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവർ ആളുകൾക്ക് മുമ്പിലേക്ക് പരിശുദ്ധ ഖുർആനിനെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആ പണ്ഡിതന്മാർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവർക്ക് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. പടക്കമാല അവരുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്ത് തീ കൊടുത്ത് ശരീരത്തിൽ വെച്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. മർഹൂം സയ്യിദ് മൗലവിക്ക് പൊന്നാനിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കത്തിച്ച പടക്കമാല അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്തു. ശരീരത്തിന് മുറിവ് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ അവിടെ കൂടിയ ആളുകൾക്കും അന്ന് ശക്തമായിട്ടുള്ള ഏറുകളും അടികളും കിട്ടി. എന്തിന്റെ പേരിലാ? അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞതിൽ. മറ്റാരെങ്കിലും അല്ല ചെയ്തത്, മറ്റു സമുദായക്കാരല്ല ചെയ്തത്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ ഈ മനസ്സിലാക്കുന്നതിൽ നിന്നല്ല, നാട്ടാചാരങ്ങളിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ നിന്നും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അവിടുത്തെ തിരുവചനങ്ങളിൽ നിന്നുമാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് എന്ന സത്യം അവർക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ധാരാളം അവർക്ക് ആ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്കും കൂട്ടായി അബ്ദുല്ലാ ഹാജി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തൻ്റെ തലയിൽ തന്നെ സംസാരിക്കുവാനുള്ള ആ സ്പീക്കർ സെറ്റ് തലയിലേറ്റി നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ ഞാൻ എന്നോട് സ്റ്റേറ്റ് കമ്മിറ്റി ആലപ്പുഴയിലേക്ക് പോരണമെന്ന് പറഞ്ഞു. ആലപ്പുഴയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം, 8 മണിക്കൂർ 10 മണിക്കൂറിലധികം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ വേണം. പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ അത് കുറച്ച് ദൂരമാണ്, പോകാൻ പറ്റില്ലെന്ന്? ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ സഹിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം പോലും നമുക്കൊന്നും സഹിക്കേണ്ടി വരുന്നില്ല. നമുക്കെങ്ങനെ പറയാൻ പറ്റും സാധിക്കുകയില്ല എന്ന്? സഹോദരങ്ങളെ, ഓർമ്മയാക്കി വരുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ അന്തസ്സിനെ കൃത്യമായ ആളുകൾക്ക് പഠിപ്പിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ ആ മുവഹ്ഹിദുകളായി ഇവിടെ ഇരിക്കാൻ സാധിച്ചത്. നോക്കൂ, ഈ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന ആ ദർഗയെ 7,07,00,000 രൂപക്ക് ഒരു വർഷത്തേക്ക് മേൽവാടകയ്ക്ക് കൊടുത്തത്. ഒരു ദർഗ 7 കോടി രൂപക്ക് മേൽവാടക കൊടുക്കണമെങ്കിൽ അവിടേക്ക് ആളുകൾ എത്രയാണ് പണം ഒരു വർഷത്തിൽ കൊടുക്കുന്നത്? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം 7 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് കോടികളെയൊക്കെ ലാഭമായിട്ട് ലഭിക്കണം. അപ്പം എത്ര കോടിയാ ആ ദർഗയിലേക്ക് പോകുന്നത്? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലോ, ആ ദർഗയിലേക്ക് എന്നല്ല, അത്തരത്തിലുള്ള ഒരു ദർഗയിലേക്കും നമ്മുടെ 1 രൂപ പോലും പോയിട്ടുണ്ടാവില്ല. ഇനി ജാഹിലിയ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, എൻ്റെ ധാരാളം പൈസ അങ്ങനെ പോയിട്ടുണ്ട്. ധാരാളം ദർഗകളിൽ പൈസ ഇട്ട ആളാണ് ഞാൻ പോകാത്ത ദർഗകളില്ല കേരളത്തിന് പുറത്തും. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെ നിന്നാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, എൻ്റെ ഉസ്താദിൽ നിന്ന്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് എൻ്റെ ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്ന് വളരെ അതിശയത്തോടു കൂടി ഞാൻ കേട്ടുപഠിക്കുകയാണ്. ഞാൻ ചോദിക്കുക, ഉസ്താദെ മരിച്ചവർ കേൾക്കില്ലേ? ഉസ്താദ് പറഞ്ഞു, അള്ളാഹ് പറയുന്നു കേൾക്കൂല, ഇനി കേൾക്കുമെന്ന് പറയാൻ പിന്നെ ആർക്ക് കഴിയും? അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മൾ പോകുന്ന ദർഗകളിൽ, അജ്മീറിൽ, ഏർവാടിയിൽ, ഭീമാപ്പള്ളിയിൽ, കരുനാഗപ്പള്ളിയിൽ, ഇങ്ങനെ 100,000 പള്ളികളിൽ ആ ഖബറിനിടയിൽ കിടക്കുന്ന ആളുകൾ മരിച്ചവരല്ലേ?
നമ്മളവിടെ ചെന്ന് നമ്മുടെ സങ്കടം അവരോട് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല എന്നാണോ പറയുന്നത്? ഉസ്താദ് പറഞ്ഞു കേൾക്കുകയില്ല. അള്ളയാണ് പറയുന്നത് ഇന്നക ലാ തുസ്മഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന്. പിന്നെന്തിനാ ഉസ്താദേ നമ്മൾ ഈ ജാറങ്ങളിലേക്ക് പോകുന്നത്? ആരാടാ പറഞ്ഞത് ജാറങ്ങളിലേക്ക് പോകണമെന്ന്? അതാ എന്നോട് തിരിച്ചു ചോദിച്ചത്. ജാറങ്ങളിലേക്ക് പോകണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അപ്പൊ നമ്മൾ പോകുന്നതോ അത് നാട്ടാചാരമാണ്, ഇസ്ലാമിൽ അത് ഹറാമാണ്. ഇസ്ലാമിന്റെ ഹുക്മ നോക്കുകയാണെങ്കിൽ മുശ്രിക്കുകളുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തതിന് തുല്യമാണ്. ഖബറിൽ ചെന്ന്, ദർഗയിൽ ചെന്ന്, ജാറത്തിൽ ചെന്ന് അവിടെ കിടക്കുന്ന മനുഷ്യരോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് അത് ശിർക്കിന്റെ ഇണത്തിൽപ്പെട്ടതാണ് എന്ന് അന്ന് ഉസ്താദ് പറഞ്ഞതില്ല. ആലോചിച്ചു നോക്കൂ. ഇത് പൊതുജനത്തിന്റെ മുമ്പിൽ പറയോ? ഞാൻ ചോദിച്ചു ഉസ്താദേ, ഇത് നമ്മുടെ വെള്ളിയാഴ്ച നമ്മൾ മലയാളത്തിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കും ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ്. ഇത് നമുക്ക് ഖുത്ബയിലൊന്ന് പറഞ്ഞൂടെ നമ്മുടെ ഉമ്മത്തിനോട്? അത് പറ്റില്ല. അങ്ങനെ പറയാൻ സമയമായിട്ടില്ല. അവരോട് ഇത് പറയാൻ സാധ്യമല്ല. ചോദിക്കുന്ന ആളുകളോട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു തന്നു. പറഞ്ഞു വരുന്നത് ഒരുപാട് വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ അന്തസ്സിനെ ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് നോക്കൂ, നമ്മുടെ മുസ്ലിം ഉമ്മമാരും ഉപ്പമാരും എന്തെങ്കിലും ഒരു വിഷയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചവർ വീട്ടിലെത്തുന്നത് വരെ ഒരൊറ്റ കൊത്ത് നമസ്കരിക്കില്ല. നമസ്കരിക്കില്ല. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഖവാഅ് വീട്ടുക എന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ജംഉം ഖസറും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ വഖത്തിന് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വഖത്തിലേക്ക് നിങ്ങൾക്കത് ജംഉ ചെയ്യാം. യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായിട്ട് ഖസറായിട്ട് നമസ്കരിക്കാം. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ദീനിലുള്ളതാണ് എന്ന് ഈ സമുദായത്തെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ഇസ്ലാഹി പണ്ഡിതന്മാരാണ്. ഖളാ വിട്ടുക എന്നൊരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിലില്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്നത് അതിന്റെ കൃത്യമായി സമയത്ത് വഖത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചത് ഈ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. എല്ലാ വിഷയത്തിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയിരുന്ന ആളുകൾ, എൻ്റെ ഉമ്മക്ക് വിളിച്ചിരുന്നത് പട്ടാണിപ്പപ്പ എന്നായിരുന്നു. അള്ളാഹ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഉമ്മയുടെ ഉമ്മ വിളിച്ചിരുന്നത് പട്ടാണിപ്പാപ്പ എന്നായിരുന്നു. കാരണം അവരുടെ വീടിൻ്റെ അടുത്ത പ്രദേശത്ത് ഒരു ജാറമുണ്ട്. ആ ജാറത്തിൽ കിടക്കുന്ന ആളെയാണ് ആ പരിസരവാസികളൊക്കെയും സഹായത്തിന് വിളിച്ചിരുന്നത്. അവരോട് ഈ ആളുകൾ വിളിക്കുന്നത് ഇത് ശിർക്കാണ്, അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ വിളിക്കേണ്ടത്, അവനോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് എന്ന് പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരാണ്. അങ്ങനെയാണ് ധാരാളം ആളുകൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചിലേറ്റിയത്. അവർക്ക് ഒരുപാട് ഇസ്സത്തുണ്ടായി. അവരുടെ വിശ്വാസത്തെ വളരെ കൃത്യമായിട്ട് അവർ ആ എല്ലാവിധ കറകളഞ്ഞ വിശ്വാസത്തിന്റെ ആളുകളായി മാറി. അങ്ങനെയാണ് നമുക്കും ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളായി ഇവിടെ എത്താൻ സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതിൽ വലിയ ഒരു പങ്ക് ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശബ്ദത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ശബാബിനും പുടവക്കും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രചരണം വക്രതയില്ലാതെ യാതൊരു കറയുമില്ലാതെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളാണ് നമ്മൾ. അല്ലാഹു ഈ കാലഘട്ടത്തിൽ നമ്മളെയാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മസ്ജിദിൽ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളോട് പറഞ്ഞപ്പോൾ ആവേശപൂർവ്വം എന്തായിരിക്കും ഇവിടെ നടക്കുന്ന ചർച്ച, അതിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊരാഗ്രഹത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. എത്രയാണ് നമുക്ക് സാധിക്കുക? എത്ര കാലമാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക? സത്യമായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ മുഴുവനും എൻ്റെ ഉറക്കത്തെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. വല്ലാത്തൊരു പോസ്റ്റായി പോയത്. ആ പോസ്റ്റ് ഇട്ടത് നാദിർ ഷാ എന്ന് പറയുന്ന സഹോദരനാണ്. നിങ്ങൾക്കറിയും അദ്ദേഹത്തെ. അദ്ദേഹം നവാസിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് എന്തൊരു പോക്കാടാ ഇത് എന്നൊരൊറ്റ വരി എഴുതിയിട്ടുള്ളൂ. എന്തൊരു പോക്കാടാ ഇത്! ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ, തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഫോൺ ചെയ്യാൻ കഴിയാതെ, അവരടുത്തേക്കൊന്ന് ഓടിയെത്താൻ കഴിയാതെ ആ സമയം വന്നപ്പോൾ അവിടെ അവസാനിച്ചു. അതാണ് നമ്മളൊക്കെ. എൻ്റെ മഹല്ലിൽ എൻ്റെ ഒരു സഹോദരൻ ഷിഹാബ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് അലവി ഹാജി,
നമ്മുടെ തിരുനാവായ മസ്ജിദുൽ മുസ്ലിഹിന്റെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വാർദ്ധക്യമായി കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ 29 വയസ്സ് പ്രായം. അവന് ദുബായിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ്. ഫാമിലിയും അവിടെയാണ്, മക്കൾ പഠിക്കുന്നതും അവിടെയാണ്. നല്ല ഒരു ഫുട്ബോൾ താരം കൂടിയാണ്. ദുബായിൽ വെച്ച് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് കാലിൻ്റെ മുട്ടിലൊരു പരിക്ക് പറ്റി. അതിൻ്റെ ചികിത്സക്ക് നാട്ടിൽ വന്നു കുടുംബസമേതം. ഓപ്പറേഷൻ കഴിഞ്ഞു. ആളൊക്കെ നടക്കാനൊക്കെ ആയപ്പോൾ കുട്ടികളും സഹധർമ്മിണിയും കൂടി ദുബായിലേക്ക് തന്നെ തിരിച്ചുപോയി. അവരുടെ മദ്രസയിൽ പരീക്ഷയുടെ സമയമായതുകൊണ്ട് അവർ പോയി. ഇവന് അടുത്ത ആഴ്ച തിരിച്ചു പോകും. വീട്ടിലിരിക്കുകയാണ്. ഉപ്പയുടെ വീടിൻ്റെ അടുത്ത്, തറവാടിൻ്റെ വീടിനടുത്ത് നല്ല ഒരു വീട് ഉണ്ടാക്കി താമസം തുടങ്ങി. ഒരു 5 മാസം അല്ലെങ്കിൽ 4 മാസം താമസിച്ച് കാണും ആ പുതിയ വീട്ടിൽ. കുട്ടികൾ ദുബായിലേക്ക് പോയപ്പോൾ ഇവന് തറവാട്ടിൽ ഉപ്പയുടെ അടുത്ത് വന്നാണ് താമസിക്കുന്നത് 2-3 ദിവസം. ഉമ്മയുടെ അടുത്ത് വിളിച്ച് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ കുറേ കാലമായിട്ട് കുടുംബങ്ങളിലൊന്നും സന്ദർശിച്ചിട്ടില്ലല്ലോ. ആര് രോഗിയായാലും നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, കാരണം നിങ്ങൾ ഉപ്പാൻ്റെ അടുത്തിരിക്കുക. ആര് വിളിച്ചാലും ഉമ്മ പോകില്ല. ഉപ്പാനെ സുഖമില്ലാത്തതുകൊണ്ട് എവിടെയും പോകില്ല. ഉമ്മ കല്യാണത്തിനും പോകില്ല, ഒന്നിനും പോകില്ല. അങ്ങനെയായിട്ട് കുറേ സമയമായി. അപ്പം ഇവൻ പറയും, ഉമ്മ, നിങ്ങൾ ഇന്ന് കാക്കാനെയും കൂട്ടിയിട്ട് കുടുംബത്തിലൊക്കെ ഒന്ന് പോയിട്ട് വാ. ഞാനുണ്ട് ഉപ്പയുടെ അടുത്ത്, ഉപ്പാനെ ഞാൻ നോക്കിക്കോളാം. ഉപ്പാൻ്റെ പ്രശ്നത്തിലല്ലേ നിങ്ങൾ പോകാതിരിക്കുന്നത്, ഉപ്പയെ ഞാൻ നോക്കാം. ഇന്ന് നിങ്ങൾ കുടുംബത്തിലൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വാ. ഞാൻ അടുത്തതിന് വ്യാഴാഴ്ചയാണ്, വെള്ളിയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറിൽ തിരിച്ചു പോകണം. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലായിടത്തും ഒന്ന് കുടുംബങ്ങളിലേക്ക് ഒന്ന് സന്ദർശിച്ചിട്ട് പോവാം. ഉമ്മയ്ക്കത് വലിയൊരു സന്തോഷമായി. ഉമ്മ മൂത്ത മകനെയും അവരുടെ കുട്ടികളെയും കൂട്ടി കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോയി. വൈകുന്നേരം ഒരു മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഈ മൂത്ത സഹോദരൻ്റെ ഒരു മകൻ വീട്ടിലുണ്ട്. അവൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആപ്പാക്ക് സുഖല്ലേ, പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചത് വല്യപ്പാക്ക് എന്തോ പെട്ടെന്ന് സംഭവിച്ചു എന്നാണ്. ആ ഫോൺ അങ്ങനെയാണ് അവർ കേട്ടത്. അവർ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വാഹനം നിർത്തി നോക്കുമ്പോൾ ഈ 29 വയസ്സ് പ്രായമുള്ള ഈ പയ്യൻ പൂമുഖത്ത് വീണ് കിടക്കുകയാണ്. ജ്യേഷ്ഠൻ അവനെ വാരിയെടുത്ത് ആ കാറിൽ തന്നെ ഇട്ട് തൊട്ടടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം മരിച്ചു. 29 വയസ്സ് പ്രായം. വ്യാഴാഴ്ചയാണ് സംഭവിക്കുന്നത്. ഞായറാഴ്ച തിരിച്ചു പോകേണ്ടവരാണ്. എന്താണ് ഇവിടെ ബാക്കി വെച്ചത്? ഇത് നമ്മുടെ എല്ലാം ധാരാളം ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു ദിവസം എന്താണ് നമുക്കിവിടെ ബാക്കി വെക്കാനുള്ളത്? അല്ലാഹു നമ്മളെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിൻ്റെ കൃത്യമായ മഹത്വം പറഞ്ഞു കൊടുക്കൽ തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ്. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂല. നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ആളുകൾ അവരിങ്ങനെ ആക്രോശിച്ചുകൊണ്ട്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, അട്ടഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ റബ്ബേ, നിന്നെയും നിന്റെ ദൂതനെയും ശരിയാവണ്ണം അറിഞ്ഞു ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ശരിയാവണ്ണം ശരിക്കും അറിയാത്തതിന്റെ കുഴപ്പം അവരുടെ ജീവിതത്തെ നരകത്തിലേക്കാക്കി കളഞ്ഞു. അങ്ങനത്തെ എത്ര ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ. എൻ്റെ നാട്ടിൽ മയ്യത്ത് എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ഉറക്കനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീർ തുടങ്ങുന്ന ഒരാളുണ്ട്. എൻ്റെ സഹോദരൻ, കൂട്ടുകാരനാണ്, നാട്ടുകാരനാണ്, എന്നേക്കാൾ പ്രായമുണ്ട്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കല്യാണ സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദിക്ർ ചൊല്ലിയതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിൻ്റെ പേരിൽ നരകത്തിൽ പോകുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദിക്ർ ചൊല്ലിയിട്ട് നരകത്തിൽ പോയി. ആരാന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഭാവം മാറി. കാരണം അത് വലിയൊരു ഗൗരവമാണല്ലോ, നരകത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ. എന്നോട് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, നിങ്ങളാണ് നമ്മളെ മഹല്ലിൽ ആര് മരിച്ചാലും ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കനെ ദിക്ർ ചെല്ലുന്നത്, അത് റസൂലുള്ളയോടുള്ള ധിക്കാരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു, ഒരു മയ്യത്തിന് കൂടെ പോകുന്ന ആളുകൾ ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്തരുത്.
നിങ്ങൾ ശബ്ദം ഉയർത്തി ദിക്റ് ചൊല്ലിയാൽ റസൂലുള്ളാഹിനെ ധിക്കരിച്ചു, റസൂലുള്ളാഹിനെ ധിക്കരിച്ചാൽ സ്വർഗം ലഭിക്കൂല. നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടൂല. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്താൽ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ലഭിക്കൂല, അതിനുള്ള അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ ആളുകളെ മഹ്ശറിൽ വെച്ച് ഞാൻ പറയും, സുഹ്കൻ സുഹ്ക, പോകണമെന്ന് എനിക്ക് കാണേണ്ടതില്ല എന്ന്. എത്ര ഗൗരവമാണ്. അദ്ദേഹത്തിന് ഒരല്പം പ്രയാസമുണ്ടായി. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇന്ന് തന്നെ നമ്മുടെ മഹല്ല് പള്ളിയിൽ പോവുക, എന്നിട്ട് നമ്മുടെ ഖത്തീബിനോട് ചോദിക്കുക, ഞാനിങ്ങനെ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കനെ ദിക്റ് ചൊല്ലിയതിന്റെ പേരിൽ ഞാൻ നരകത്തിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ? റസൂലുള്ളാഹിനെ ധിക്കരിക്കലാണോ ഉറക്കനെ ദിക്റ് ചൊല്ലൽ എന്ന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കാം. പറഞ്ഞിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ചെറിയ പള്ളിയിലെ അവിടുത്തെ ഉസ്താദ് ഈ കല്യാണ സ്ഥലത്തേക്ക് വന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇതാ കലാം അവിടെ ഇരിക്കുന്നുണ്ട്, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു ശരിയാണ്. പതുക്കെ ദിക്ർ ചെല്ലണ്ടെന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ പതുക്കെ ദിക്റോ ഖുർആനോ പ്രാർത്ഥനയോ ഒന്നും പ്രശ്നമല്ല. ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്നത് റസൂലുള്ളാഹിനുള്ള ധിക്കാരമാണ്. അതുകൊണ്ട് ഉറക്കനെ ചൊല്ലാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ശരിയാണ്, അത് റസൂലുള്ള പറഞ്ഞത് പാടില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധ്യതയാണ് നമ്മളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അല്ലാഹുവിന്റെ നബിമാരോടൊപ്പം, അല്ലാഹുവിന്റെ സുദ്ദീഖീങ്ങളോടൊപ്പം, അല്ലാഹുവിന്റെ ശുഹദാക്കളോടൊപ്പം, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് ആ ദീനിൽ കൃത്യമായി ജീവിത നിലവാരം പുലർത്തുമ്പോഴാണ്. അതിന് വലിയ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പത്രമായ ശബാബും പുടവയും. ഇന്ന് നമുക്കൊക്കെയും വളരെയധികം നിഅമത്തുകളാണ് അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്നത്. പട്ടിണി എന്നതൊന്നും നമുക്കറിയില്ല. ഉറപ്പല്ലേ? എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതിൻ്റെ ഗൗരവം ഇവിടെ ഇരിക്കുന്ന ആ പ്രായത്തിലുള്ള ആളുകളുണ്ട്, അവർക്ക് മനസ്സിലാവും. എൻ്റെ ഉപ്പ പറയാ, എൻ്റെ ഉപ്പാൻ്റെ അയൽവാസിയിൽ ഉപ്പയോടൊപ്പം ഓടിക്കളിച്ചിരുന്ന കുട്ടികൾ. ഒരു വീട്ടിൽ 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, 3 പെണ്ണും 5 ആൺകുട്ടികളും. ഇവർക്കെല്ലാവരും കൂടി ആ വീട്ടിലെ ഉമ്മ ഒരു കലത്തിൽ കുറച്ച് അരി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും. അന്ന് ചോറില്ലത്രേ, കഞ്ഞി വെള്ളമാണ് കിട്ടുക. അങ്ങനെ ഒരു ദിവസം കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ 8 വറ്റ് എനിക്ക് ഉമ്മ തന്ന വെള്ളത്തിലുണ്ടായിരുന്നു എന്ന് എൻ്റെ ഉപ്പാനോട് ആ സഹോദരൻ പറഞ്ഞത് എൻ്റെ ഉപ്പ പറയലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം പാഴാക്കി കളയരുതട്ടോ. ഇങ്ങനെ ഒരു പരീക്ഷണം നടന്ന നാടാണ് നമ്മുടെ നാട്. അത് തിരിച്ചു വരാൻ നമ്മളായിട്ട് കാരണമുണ്ടാവരുത്. 8 വറ്റ് കഞ്ഞിവെള്ളത്തിൽ കിട്ടിയത് വലിയൊരു കാര്യമായി പറഞ്ഞപ്പോൾ അന്നത്തെ പട്ടിണിയുടെ കാലം അതെത്രമാത്രം ഗൗരവമുള്ളതാണ്. മക്കളെ, ഇന്ന് നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ച പാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ ആ വെള്ളം ചെന്ന് ചാടുന്നിടത്ത് ഒരാൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണത്തിൻ്റെ ബാലൻസ് അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ. ഉറപ്പല്ലേ? ഹോട്ടലിലായാലും വീട്ടിലായാലും ഒക്കെ എത്രയാണ്. അതുകൊണ്ട് തന്നെ പട്ടിണി എന്നൊന്നും നമുക്കറിയില്ല. അല്ലാഹു ആ ഒരു തരത്തിലുള്ള പരീക്ഷണം നമ്മൾക്ക് നൽകാതിരിക്കട്ടെ. നമുക്കറിയാലോ, ആ ഫലസ്തീനിന്റെ മക്കള് ഭക്ഷണം കിട്ടാതെ തലയിട്ട് അടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ക്രൂരതയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാജ്യം ആ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴാണ് നമ്മുടെ രാജ്യത്തേക്ക് നമുക്കൊക്കെ വന്നുകൂടായികയില്ല. വരാതിരിക്കാനാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം അത് വളരെയധികം അപകടമുള്ളതാണ്. അതുകൊണ്ട് സുഭിക്ഷമായി സമാധാനത്തോടുകൂടി യാതൊരു പ്രതിസന്ധിയുമില്ലാതെയാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. അതങ്ങനെ തന്നെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ആദർശം ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മുടെ ഈ ശബാബിനും പുടവയ്ക്കും നമുക്ക് തീർച്ചയായിട്ടും ഭരിക്കാനാവാമല്ലോ. ആർക്കും തടസ്സമില്ല, എല്ലാവർക്കും കഴിയും. നാളെ തന്നെയാണ് നമ്മളതിന് തീരുമാനമെടുത്ത് അതിനു വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ വഴിയിലായിരിക്കും മലക്കുൽ മൗത്ത് നമ്മളെ സമീപിക്കുന്നത്. ഉറപ്പാ. അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, സംശയമില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്.
നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് എത്ര ആളുകളെ നമ്മൾ ആ ഖബറിന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തു. ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് മയ്യത്തിനെ ഖബറിൽ ഇറക്കി കൊടുത്തു. അതുവരെ അവരെന്ത് ചെയ്തുവോ അതൊക്കെയും അവർക്ക് ലഭിച്ചു. അതിനുശേഷമോ അവരുടേത് മുഴുവനും അനന്തരമായി മാറി. അവരുടെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ വരെ എണ്ണി തിട്ടപ്പെടുത്തി എത്ര മക്കളാണോ ഉള്ളത് അത്രയും മക്കൾക്ക് ആ പൈസ വീതിച്ചു കൊടുത്തു. ബാങ്കിൽ കിടക്കുന്ന പണം മക്കൾ എത്രയാണോ അവരെല്ലാവരും കൂടി പോയി എഴുതി ഒപ്പിട്ട് കൊടുത്തു. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് അവിടെയുള്ള പണവും അവർ വീതം വെച്ചെടുത്തു. നമ്മൾ ജീവിതകാലത്ത് നമ്മൾ നൽകുന്നതാണ് നമ്മുടേതായിട്ടുള്ളത്. മരിക്കുന്നതിന് മുമ്പ്, മരണം എത്തുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരു ചെറിയ സമയം ഒന്ന് ഒഴിവാക്കി തരുമോ. മലക്കുൽ മൗത്ത് വന്ന് കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മാറ്റി തന്ന് ആ മലക്കുൽ മൗത്ത് നമ്മൾ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ ഒരു ചെറിയ സമയം ഒന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോവരുത്. നമ്മൾ മുൻകൂട്ടി കാണണം എപ്പോഴും മരണം എന്ന യാഥാർത്ഥ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്ന്. നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ശേഷം ഇനിയും ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഇവിടെ ഇസ്ലാമിൻ്റെ ഈ ദീനി രംഗത്ത് ഉണ്ടാകും. അത് സത്യമാണ്. അവർക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്രതയില്ലാത്ത കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു സംരംഭത്തിലേക്ക് എൻ്റെതായ പങ്ക് നിർവഹിച്ചിട്ടാണ് അല്ലാഹ് ഞാൻ ആ ദുനിയാവിനോട് വിട പറഞ്ഞതെന്ന് റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് പറയാനുണ്ടാവണം. ഒരുപാട് സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ സമയം ഒട്ടുമില്ല. കൃത്യമായ ഒരു സമയത്തിൻ്റെ അജണ്ടയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എനിക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സജ്ജാദ് ഫാറൂഖി അദ്ദേഹം ഈ വിഷയവുമായി വേറെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രസ്ഥാനം വക്രതയില്ലാത്ത യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ ദീൻ എങ്ങനെ പ്രചരിപ്പിച്ചോ അത് അതുപോലെ സ്വീകരിച്ച് അങ്ങനെ തന്നെ ജനങ്ങളോട് പറയുന്ന ആളുകളാണ് നമ്മൾ. നമുക്കതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും നമ്മൾക്ക് മാറ്റിവെക്കാനുമില്ല. കൃത്യമായ തൗഹീദ്. നോക്കൂ, കഴിഞ്ഞ ദിവസം കാളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു യാത്രയുണ്ടായി. ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൂരെ വഴിക്കൊക്കെ പോകുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ ചില കൂട്ടുകാരെ കൂടെ കൂട്ടും. വാഹനത്തിൽ ധാരാളം കാര്യങ്ങൾ സംസാരിച്ച് പോകാം. അതൊരു ശീലമാണ്. അങ്ങനെ ഒരാളുടെ പേര് സന്തോഷ് എന്നാണ്, മറ്റൊരാളുടെ പേര് അസീസ്ക എന്നാണ്. അസീസ്കയ്ക്ക് ഒരു 76 വയസ്സിലധികം പ്രായമുണ്ട്. സന്തോഷ് എന്നേക്കാൾ ചെറിയ പ്രായം കുറവാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കൂടുതലും യാത്ര ചെയ്യുക. യാത്ര ദൂരമുള്ള സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. വാഹനം നിർത്തി മീൻ പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ഇവർ രണ്ടുപേരും അതിൻ്റെ വിദഗ്ധരാണ്. നല്ല മീനും കിട്ടും. അത് യാത്രയിലൊരു അങ്ങനെയാണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ മഞ്ചേരിക്കടുത്ത് മണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അസീസ്ക പറഞ്ഞു, ഇവിടെ ഒന്ന് സൈഡാക്കി, ഇവിടെ നല്ലൊരു പുഴ കാണുന്നുണ്ട്. ഈ ഇരിക്കുന്നവരിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നിർത്തി, ഞങ്ങൾ വാഹനം നിർത്തി ഈ സാമഗ്രി ചൂണ്ടയൊക്കെ ആയിട്ട് ഞങ്ങൾ പുഴയിൽ പോയി കുറച്ചു നേരം നിന്നപ്പോഴേക്ക് തന്നെ ഒരുപാട് മീൻ കിട്ടി. നല്ല കരിമീനും ഒരുപാട് മീൻ കിട്ടി. ഇത് കിട്ടി നോക്കുമ്പോൾ ഇതിനി കൊണ്ടുപോകാൻ ഞങ്ങളുടെ അടുത്ത് പാത്രമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു പാത്രം ആവശ്യമാണ്. കാരണം ഇത്രയും മീൻ ആ കവറിലിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബക്കറ്റോ പാത്രമോ മേടിച്ച് അവിടെ നിന്ന് തന്നെ കുറച്ച് ഐസും മേടിച്ച് ഇത് പാക്ക് ചെയ്താൽ കേടുവരാതെ നമുക്ക് വീട്ടിലെത്തിക്കാം. അത് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പുത്തൻ കലമുണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു പുത്തൻ അലുമിനിയം കലം, നല്ല പുതിയത്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, അതാ വരുന്നു ഒരു പാത്രം എന്ന്. ഞാൻ പറഞ്ഞു, നമുക്കുള്ള പാത്രം എടുത്തോ. അപ്പോൾ ചൂണ്ട നീട്ടി, അതിങ്ങനെ നീട്ടി പിടിക്കുന്ന ചുരുട്ടി ചെറുതാക്കി വെക്കുന്ന സാധനം ഇങ്ങനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് വലിച്ചെടുത്തു അദ്ദേഹം. അടുത്തെത്തി പറഞ്ഞു, അന്ന് ഉസ്താദ് എഴുതി നമ്മൾ വിചാരിച്ച സാധനമല്ല എന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താ വിചാരിച്ച സാധനമല്ല, ഇത് കൂടോത്രമാണെന്ന് പറഞ്ഞു. കൂടോത്രം ചെയ്ത കലമാണ്. നോക്കുമ്പോൾ അതിൻ്റെ മേലത്തെ മൂടി നന്നായിട്ട് പ്ലെയറൊക്കെ ഉപയോഗിച്ച് കമ്പിയിട്ട് മുറുക്കി കെട്ടി ഭദ്രമാക്കിയിരിക്കും. ഞാൻ പറഞ്ഞു, അസീസ്ക തുറക്കി. ഉപയോഗിച്ച് തുറക്കണോ? തുറക്കിന്ന് പറഞ്ഞു. ഉപരി തുറന്നു. അതിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ 50-ലധികം കോഴിമുട്ട നല്ല വർണ്ണ പേന കൊണ്ട് എഴുതി വരച്ച് അതിലിങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 50-ലധികം മുട്ടയുണ്ട്. ഞാൻ ചോദിച്ചു, അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ നോക്കി, കേടുവരാത്തതുണ്ടോ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ
അടുപ്പിനകത്ത് വെച്ച് കത്തിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, കരിച്ചു പോയിട്ടുണ്ട്, ഒന്നുപോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതില്ല. പാത്രവും അടി കേടായി പോയിട്ടുണ്ട്. സന്തോഷിനോട് ഞാൻ പറഞ്ഞു വന്നത് എടുത്ത് കൊട്ടെന്ന് പറഞ്ഞു. ഓനൊരു ചെറിയൊരു പേടിയുണ്ട്, കാരണം കൂടോത്രാണല്ലോ. എന്നാലും നമ്മളോടുള്ള ഒരു ബന്ധത്തിലും ഞങ്ങളുടെ യാത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിലും അദ്ദേഹം അത് എടുത്ത് കൊട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് അന്ധവിശ്വാസമാണ്. ഏതോ ഒരു പുരോഹിതൻ ഏതോ ഒരു പാവപ്പെട്ടവന്റെ പണത്തെ ചൂഷണം ചെയ്യാൻ കുറച്ച് കോഴിമുട്ട ഒരു കലത്തിലാക്കി പേരൊക്കെ എഴുതി ഇങ്ങനെ അടുപ്പത്ത് വെച്ച് പൊട്ടിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. ആ മുട്ട കേടുവന്ന് പോയെന്നല്ലാതെ വേറെ ഒന്നും. ഞാൻ പറഞ്ഞു പാത്രം നമുക്ക് മീനിടാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുത്തോളൂ. കുറച്ച് കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ അതിൽ കാണൂല, പക്ഷെ അസീസ് ഖാനെയും സന്തോഷിനെയും അതിൽ കാണാം. ഞാനത് അങ്ങനെ തന്നെ ചെയ്തതാ. അസീസ് ഖാൻ പറയണം, ഉസ്താദെ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഇപ്പോൾ ചായ കുടിക്കാൻ പോകാൻ പറ്റണില്ല. അതിന് കയറി കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് നിങ്ങളെല്ലാം കൂടോത്രക്കാലെടുത്ത് കൊട്ടിയത്. സന്തോഷം പറയുന്നത് എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റുന്നില്ല, പോകുന്നോടത്തൊക്കെ എന്തിനാ പഴയാ നീ അത് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവർ രണ്ടാളും ആ കാര്യത്തിൽ കരുത്തുള്ളവരായി മാറി. അവർക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും ഇതൊരു ചൂഷണമാണ്, ഒന്നും സംഭവിക്കില്ല. ഒരു സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഒരാളോട് ഒരു സ്വലാഹി ബിരുദമുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് അത് ചെയ്തത്? അത് വേണ്ടിയിരുന്നില്ല, അത് കൊട്ടേണ്ടിയിരുന്നില്ല, അത് നിസ്സാരമാക്കാൻ പാടില്ല, അത് അപകടമാണ്. സ്വലാഹി ബിരുദമുള്ള ആൾ ഇത് സത്യമാണ് ഈ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഒരു സ്വലാഹി ബിരുദമുള്ള ആളെത്തി ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇതിന്റെ യഥാർത്ഥ തൗഹീദിൽ നിന്ന് പുറത്തു പോയപ്പോ കോഴിമുട്ടയെ പോലും ഭയപ്പെടുന്നവർ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് തിരുത്തൽ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ മാഇദയില് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി കൊണ്ട് ഒരു കാര്യം നമ്മുടെ മുമ്പിൽ പറഞ്ഞുതരിക. ഇങ്ങനെ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടാണ് മുസ്ലിം ഉമ്മത്തിന് ഭയപ്പാട് നീങ്ങിയത്. അമൃതത്തങ്ങളേന്ന് വിളിച്ചിരുന്ന എൻ്റെ ഉമ്മ, പട്ടാണിപ്പാപ്പ എന്ന് വിളിച്ചിരുന്ന എൻ്റെ ഉമ്മ, അവരോടൊക്കെ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവരാ വിളി നിർത്തിയല്ലോ. ഇന്ന് അള്ളാഹ് മാത്രം എൻ്റെ ഉമ്മ വിളിക്കുന്നത്. എൻ്റെ ഉമ്മയെ ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നമുക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പോവാ, നല്ല ഖുത്ബ കേൾക്കാം. ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാൻ ഒരു ദിവസമുണ്ട്, അന്ന് ഉമ്മാൻ്റെ കുട്ടി ഉമ്മാനെ കൊണ്ടേക്കോളി, അല്ലാതെ ഉമ്മാനെ വിളിക്കരുതിട്ടോ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഉമ്മ. അതേതാ ദിവസം നിങ്ങൾക്കറിയാലോ? ഏതാ? മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് പോകും. അന്ന് ഉമ്മാൻ്റെ കുട്ടീനെ കൊണ്ടേക്കോ, അല്ലാതെ പള്ളിയിലേക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മ സുബഹിക്ക് വരെ പള്ളിയിൽ വരാൻ തുടങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ ഉമ്മാക്ക് സൗകര്യം, ഉമ്മാക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വാതിലും വെച്ചു കൊടുത്തു. സുബഹിക്ക് വരുമ്പോൾ പിന്നെ പള്ളിയിൽ വരാൻ തുടങ്ങി. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ അതിൻ്റെ 105-ാമത്തെ ആയത്തിൽ നമ്മളോടൊരു കാര്യം പറഞ്ഞു തരിക. എന്താ പറഞ്ഞെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും. വളരെ ശ്രദ്ധേയമാണ് കേട്ടോ ഈ ആയത്ത്. നിങ്ങൾ കാണാതെ പഠിക്കണം. ആരുടെ മുമ്പിലും ചങ്കുറപ്പോടുകൂടി ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുവഹ്ഹിദാണ്, ഞാനൊരു മുജാഹിദാണ്, ഒരു സിഹ്റിലും ഒരു കോഴിമുട്ടയിലും ഒരു കരിക്കിലും ഒരു തകിടിലും ഞാൻ ഭയപ്പെടൂല, ഭയപ്പെടേണ്ടതില്ല എന്ന് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത്. ഇനി ഭയപ്പെടണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ റബ്ബാക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ തയ്യാറല്ല, നിങ്ങളൊറ്റ റബ്ബേ ഉള്ളൂ, അതൊക്കെ മാത്രമാണ് എന്ന് പറയാൻ നമ്മുടെ ആദർശം ഉറപ്പിക്കാൻ ഈ ആയത്തൊന്നും കാണാതെ ഓർമ്മയാക്കി വെക്കുക. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് പറയാണ് നിങ്ങൾ ഹിദായത്തിലായതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യാൻ ആ പിഴച്ചവരെ കൊണ്ട് സാധ്യമല്ല. പിഴച്ചവരെ കൊണ്ട് നിങ്ങൾക്കൊരു ദ്രോഹം വരുത്താൻ സാധ്യമല്ല. എന്തിനാ പിന്നെ നമ്മൾ ആരെയും പേടിക്കണം? അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെ പേടിപ്പിക്കാൻ, നമ്മളെ മാറ്റി നിർത്താൻ സാധിക്കുമെന്നോ? ഇല്ല, സാധിക്കൂലെന്ന് അള്ള പറഞ്ഞു തരിക. എൻ്റെ നാട്ടിൽ അടുത്തൊരു മഹല്ലുണ്ട്, കാരത്തൂർ എന്ന് പറയും. ആ മഹല് വലിയ മഹല്ലാണ്, ധാരാളം ആളുകളുള്ള മഹല്ലാണ്. ആ മഹലിലെ ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ കുറെ കാലം ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം
ഇൻഷാ അല്ലാഹ്. അദ്ദേഹം സൗദിയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തി. അപ്പം അദ്ദേഹത്തിന് സൗദിയിൽ കാണുന്ന ഇസ്ലാമും നമ്മുടെ നാട്ടിൽ കാണുന്ന ഇസ്ലാമും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം അദ്ദേഹത്തെ വല്ലാണ്ട് ആലോചിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള ചെണ്ടമുട്ടില്ല, ഉറൂസുകളില്ല, അതുപോലെ തന്നെ നബിദിന റാലിയില്ല, ഒന്നുമില്ല. ഇതെങ്ങനെ പിന്നെ കേരളത്തിൽ ഇങ്ങനൊരു ഇസ്ലാം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹം ഈ ചിന്തയിൽ ഇടയ്ക്കൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരും, ളുഹറിനൊക്കെ, അല്ലെങ്കിൽ അതുപോലെ ഒഴിവുള്ള സമയത്ത് വരും. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംശയമുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും. ആ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹത്തിന് ഭയങ്കര പരിവർത്തനം ഉണ്ടായി, ഭയങ്കര മാറ്റമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മഹലിൽ ചെന്നിട്ട് അവിടുത്തെ ഉസ്താദിനെയും അവിടുത്തെ സെക്രട്ടറി നാട്ടുകാരൻ തന്നെയാണ്, പണ്ഡിതനുമാണ്, അവരെയും വിളിച്ചിട്ട് പറഞ്ഞു, 40 കൊല്ലത്തെ എൻ്റെ ജുമാ ബാത്തിലാക്കിയ ആളുകളാണ് നിങ്ങൾ, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഈ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നില്ല. അദ്ദേഹം അങ്ങനെയായിട്ട് പറഞ്ഞു. അപേക്ഷ എന്താണ്, ഇവിടെ 40 കൊല്ലം ജുമാക്ക് വന്നിട്ട് എനിക്ക് ദീനിൻ്റെ ഒരു വർത്തമാനം പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണ് നമസ്കാരം, എന്താണ് നോമ്പ്, എന്താണ് സക്കാത്ത്, ഇതൊന്നും ഈ 40 വർഷം നിങ്ങളെ കൂടെ ജുമാ വന്നിരുന്നിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ലഭിക്കുന്ന ചില മെമ്പറുകളുണ്ട്, ഞാൻ അവിടേക്കായി ജുമാക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുജാഹിദ് പള്ളിയിലേക്ക് ജുമാ നമസ്കാരത്തിന് പോകാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് നമ്മളെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടു, കുനൂത്ത് ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ ഫജ്ർ നമസ്കാരത്തിന് നമ്മളെ പള്ളിയിൽ വന്നാൽ അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട് എന്ന്. അദ്ദേഹം പിന്നെ നിരന്തരം നമ്മുടെ പള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചു, അല്ല എവിടെയാണ് നമ്മുടെ ഇന്ന ആൾ? ഒരു ഇന്നലെയും കണ്ടിട്ടില്ല. 3 ദിവസം നിരന്തരമായിട്ട് കണ്ടില്ല. ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ഞാനും 2 ആളുകളും കൂടി, ഞങ്ങൾ 3 ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തെരഞ്ഞുപോയി. എൻ്റെ വീട്ടിൻ്റെ അവിടുന്ന് 1/2 കിലോമീറ്റർ അപ്പുറമാണ്, 1/2 കിലോമീറ്ററിൽ അധികമുണ്ട്, അടുത്ത മഹല്ലാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം പൂമുഖത്ത് കൊലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കസാലയിൽ. വീട്ടിൽ തന്നെ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക. ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് അസ്സലാമു അലൈക്കും എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരുന്നവരല്ലേ നിങ്ങൾക്ക് സലാം പറയേണ്ടത്? അല്ല, അത് ശരിയാണ്, നിങ്ങൾ 3 ആളുണ്ടല്ലോ, അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിന് പിന്നെ പുണ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അത് നിങ്ങൾ പുറത്തേക്ക് കൈയിട്ട് സലാം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണോ? വാതിലും തുറന്നു തരുന്നില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വാതിൽ ഞാൻ തുറന്നു തരാം, ഞാൻ ഈ ചെയ്തത് ഇപ്പോൾ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇതുപോലത്തെ അബദ്ധങ്ങളാണ് ഇപ്പം എനിക്ക് വരുന്നത്. നിങ്ങളെന്താ പള്ളിയിൽ വരാത്തത്? ഞാൻ ഇനി അങ്ങോട്ടില്ല, നിങ്ങളെ പള്ളിയും നിങ്ങളുമായിട്ട് ഞാൻ ഇന്നില്ല. എൻ്റെ ഒക്കെ പറഞ്ഞ വിശദമായിട്ട് കയറിയിരിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ട് ഞങ്ങളെ ഇരുത്തി. ഞങ്ങൾ പോയത് ഞാനും 2 സഹോദരങ്ങളും. ആ 2 സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിൽ അവിടെ ഓർമ്മാക്കി വെക്കണം കേട്ടോ. അവരാരാന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണം, ആരാ 2 ആളുകൾ ചോദിച്ചു. എന്താ നിങ്ങൾ വരാത്തത്? മൂപ്പര് പറഞ്ഞു, 3 ദിവസം ഞങ്ങളെ പള്ളിയിൽ വന്നില്ലല്ലോ. വന്നില്ല. എന്താ കാരണം എന്നറിയോ? ഈ 3 ദിവസവും എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഞാൻ കിടന്നുറങ്ങും, എൻ്റെ ചങ്കിനാരോ പിടിച്ച് വലിക്കുന്നത് പോലെ, എൻ്റെ കാല് പിടിച്ച് വലിക്കുന്നത് പോലെ എന്നെ പെട്ടെന്ന് ഉണർത്തും. ഞാനിതാ വലിയൊരു പാത്രത്തിൽ വെള്ളം കൊടുന്ന് വെച്ചിരിക്കുകയാണ് അവിടെ. ഈ വെള്ളം മുഴുവൻ കുടിച്ചിട്ടും എൻ്റെ ദാഹം തീരുന്നില്ല. ഞാൻ മൂത്രമൊഴിക്കാൻ ഓടുന്നു, വന്ന് കിടക്കുന്നു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എന്നെ എടുത്ത് കൊടയണമെന്ന് പറഞ്ഞു. ആര്? പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടി ഇവിടുത്തെ മഹല്ലിനും എൻ്റെ കുടുംബത്തിനോടും നിരന്തരം ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കാരോ സിഹർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3 ദിവസം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ സിഹർ ചെയ്യേ? അതെ. ഞാൻ പറഞ്ഞു, സിഹർ ഫലിക്കൂലല്ലോ. സിഹർ ഫലിക്കൂലെന്ന് ചോദിച്ചു. ഒരിക്കലും ഫലിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്കുണ്ടായ പ്രശ്നങ്ങളോ അത് പിന്നെന്താ? അപ്പൊ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ മുമ്പ് സംസാരിച്ച പല സംസാരങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഊഹത്തിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഷർട്ട് ഇടി. അദ്ദേഹം ഷർട്ട് എടുത്തിട്ടു എൻ്റെ കൂടെ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ എല്ലാവരെയും നല്ല പരിചയമാണ്. അവിടെ ഞങ്ങളുടെ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ സിസ്റ്ററോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും, ഷുഗർ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ബ്ലഡ് അവിടെ കൊടുത്തു, ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ അപ്പച്ച, 400 ചില്ലറയാണ് അദ്ദേഹത്തിൻ്റെ ഷുഗർ.
എന്തതിങ്ങനെ സംഭവിച്ചത്? അദ്ദേഹത്തിനെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പറയും. ഞാൻ അവിടെ ചെന്നിട്ട് റിസൾട്ട് കാണിച്ചു കൊണ്ട് പറഞ്ഞു, മമ്മൂട്ടിക്ക, നിങ്ങൾക്ക് സിഹറല്ല ഫലിച്ചത്, നിങ്ങൾക്ക് ഷുഗർ ഫലിച്ചതാ. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ രാത്രിയിൽ ഉടക്കം വരുന്നതും നിങ്ങൾ വെള്ളം കുടിക്കുന്നതും മൂത്രമൊഴിക്കാൻ കൂടുന്നതും ഈ പ്രശ്നങ്ങളും നാവ് ഇറങ്ങിപ്പോകുന്നതൊക്കെ നിങ്ങൾക്ക് 400 ചില്ലറയാണ് ഷുഗർ. അതുകൊണ്ട് അതിനുള്ള ചികിത്സ ചെയ്താൽ മതി. ഇത് സിഹറുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു. അള്ളാന്റെ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങളെ തകർക്കാൻ ഒരുത്തനും കഴിയില്ലെന്ന് അള്ള പറഞ്ഞ അടക്കട്ടെ. മഹല്ലൂർ എനിക്ക് സിഹർ ചെയ്തു നിങ്ങൾ പറയണത് അത് കുഫറാണ്, ശിർക്കാണ്, പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അവിടുന്ന് തുണി ഒന്നുകൂടി മുറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പേടിയില്ല, ഞങ്ങൾ ഒപ്പം ഉണ്ട്. ഇന്ന് സജീവമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെന്താ ചോദിക്കാത്തത്? മറ്റേ 2 ആൾക്കാരാരാ? നിങ്ങൾ മറന്നോ? എൻ്റെ കൂടെ വന്ന 2 ആളുകളുണ്ട്. ഒന്ന് CD പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളും, ഒന്ന് വിസിഡം എന്ന് പറയുന്ന അതിൽ പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തിക്കുന്ന 2 ആളുകളാണ്. ഞങ്ങൾ 3 ആളും കൂടി ഇപ്പോൾ യാത്ര പള്ളിയിൽ പല കാര്യത്തിൽ. ഈ 2 ആളുകളും ഈ സിഹിർ ഞാൻ ഫലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരക്ഷരവും കൊണ്ടില്ല, അതിനെ എതിർത്ത് പറഞ്ഞില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനും ഇവരിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ, അഥവാ CD-യിലോ വിസിഡത്തിലോ ആണെന്ന് വിചാരിക്കാം, എങ്കിൽ മമ്മൂട്ടിയൊക്കെ നമ്മളോട് പറയാണ്, എന്നെ സിഹിർ ചെയ്തിട്ട് ഇടങ്ങറാക്കി ഞങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ട മറുപടി എന്താ? തന്നെ എന്നാൽ പിന്നെ നിങ്ങൾ വഴി പോകന്നെ പോയിക്കൂടെ. ആ സിഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലേ പറയാൻ പറ്റുള്ളൂ. ഫലിക്കില്ല എന്ന് പറയാനുള്ള ആ ഒരു ചങ്കുറപ്പ്, ആത്മാർത്ഥത അല്ലാഹുവിന്റെ ആയത്തിൽ നിന്ന്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തിൽ നിന്ന് ലഭിച്ചതിന്റെ പേരിലാണ് പറഞ്ഞത്. സിഹർ ഫലിക്കാനുള്ളതല്ല, അത് പറ്റിക്കാനുള്ളത് മാത്രമാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. ഒന്നും അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുമല്ല. അത് ഈ മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നീട് ഇപ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. സിഹർ ഫലിക്കും എന്ന് വിശ്വസിക്കൽ നിർബന്ധമാക്കി. അല്ലേ? എന്തൊരബദ്ധമാണ്! ഇതിനൊക്കെ ശക്തമായി കൊണ്ട് ലേഖനങ്ങൾ കൃത്യമായിട്ട് ആളുകൾ ഇരുന്ന് വായിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു മാധ്യമം നമ്മുടെ കയ്യിലുണ്ട്. അത് ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ദൗത്യമാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. അതിലൊരു അമാന്തവും വരാൻ പാടില്ല. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം, അടുത്ത ഒരു വർഷത്തേക്ക് എത്രയാണ് അതിന് വരുന്ന സംഖ്യ, അത് ഘട്ടമായിട്ടെങ്കിലും ഞാൻ തരാം. ഒരു വർഷത്തേക്ക് എൻ്റെ പേര് നിങ്ങൾ ചേർക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞാൽ, നമുക്കറിയുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഈ കാര്യങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊന്ന് പ്രേരിപ്പിക്കൽ കൂടി നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ട് വരികയാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, ധാരാളം കാര്യങ്ങളിൽ ഇന്നും മുസ്ലിം ഉമ്മത്ത് ഒരുപാട് കൂരിരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, 1400 ചില്ലറ വർഷം പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ട് ഈ അടുത്ത കാലം വരെ മനുഷ്യർ അവർ വിളിച്ച് തേടുന്ന ആളുകളെ അവരാണ് ദൈവം എന്ന്, പടച്ചോനെന്ന് മൊത്തത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സഹോദരങ്ങൾ പോലും, ഹൈന്ദവ പണ്ഡിതന്മാരുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന, സൗഹൃദ സംസാരം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരെന്നോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന ഒരൊറ്റ വിഗ്രഹവും ദൈവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു അബദ്ധധാരണയാണ്, ആളുകൾക്ക് അറിയാത്തതിൻ്റെ പേരിൽ പറഞ്ഞു പോകുന്നതാണ്. യഥാർത്ഥത്തിലുള്ള ആ സ്രഷ്ടാവിലേക്ക് നമ്മുടെ പ്രാർത്ഥനയെ എത്തിക്കുവാനുള്ള ഒരു ഏകാഗ്രതയ്ക്ക് ഞങ്ങളുടെ മുമ്പത്തിൽ ഒരു രൂപത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അവർ പോലും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ വിഗ്രഹമാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല, പറയൂല. നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് വരെ മുഹയ്യിദ്ദീൻ ശൈഖ് അള്ളയാണെന്നാരും പറഞ്ഞിട്ടില്ല, മമ്പർ തങ്ങളെ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതാ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു CM മടവൂർ അള്ളയാണ്. ആരാ മടവൂർ അള്ളയാണോ എന്ന് ചോദിക്കുന്നവരോട് നീ പറഞ്ഞോ, അതെ അള്ളാഹുവാണ് മടവൂര്. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ, ഞങ്ങളെ കാക്കണം മടവൂരെ, ഞങ്ങളെ നോക്കണം ശൈഖോരെ, ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങളിലെല്ലാ പുങ്കവരെ, ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിനം ഫൗഖിലായവരെ. നിങ്ങൾ അള്ളാഹിൽ നിങ്ങൾ ലയിച്ചിക്കണം,
ഇനി അള്ളൊന്ന് വേറെ നിങ്ങളൊന്ന് വേറെ ഇല്ല, നിങ്ങൾ തന്നെയാണ് അള്ള, അള്ള തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് മുഴുവനും ഒരു തണലായി ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഉള്ളൂ എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞൊരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് പറഞ്ഞത് മടവൂര് അള്ളാണ്. എന്തെല്ലാം കഥകളാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. വിമാനങ്ങൾ പറന്നു പോകുന്നത് CM ഉള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പൊ CMന്റെ മുമ്പൊക്കെ ഈ വിമാനം എങ്ങനെ പറന്നു പോയിരുന്നത് അത് ചോദിക്കണ്ടേ? CM എന്ന് പറഞ്ഞാൽ നമ്മളെ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചു പോയ ഒരാളാണ്. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വാഴക്കാട് വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളാ പറഞ്ഞത് കളവല്ലേ, നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് വെച്ച് എന്നോട്. അവൻ്റെ കുറ്റം എന്നെങ്ങനെ കാണുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നൊക്കെ 30 വയസ്സായിട്ടുള്ളൂ എന്ന്. സത്യത്തിൽ അതൊന്നല്ല, 30-നേക്കാളൊക്കെ കുറെ കൂടിയിരിക്കണേ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടതെന്നറിയോ? എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ഇദ്ദേഹത്തെ കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു, പല പല ബുദ്ധിമുട്ട്. അപ്പൊ ഏതോ ഒരു മുസ്ലിം പറഞ്ഞു, CMനെ കൊടുന്ന് ഈ വീട്ടിലൊന്ന് ഇരുത്തിയൊന്ന് ദുആ ചെയ്ത ഞങ്ങളെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിക്കുന്നത്. അങ്ങനെ ഈ പാവം മനുഷ്യൻ എവിടെ നിന്നൊക്കെ തേടി പിടിച്ച് കൊണ്ടുവന്നതാണ്. ഇയാൾ വീട്ടിലിരുത്തിയിട്ട് ഇയാൾ നേരെ ഓടി വന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഉപ്പാനോട് പറഞ്ഞേ, നിങ്ങൾ വരി നമ്മുടെ വീട്ടിലേക്ക്, CM വലിയൊന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്കും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാം, നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ, നല്ലൊരു അവസരം, അത് കിട്ടിയതാണ്, എനിക്ക് കിട്ടൂല എന്നാണ്. അത് കേട്ടപ്പോൾ ഉപ്പ ഒന്നിങ്ങനെ ശങ്കിച്ചു. പക്ഷെ ഉപ്പായ കെട്ടുപോയി. പിന്നാലെ ഞാനും ഓടി. അന്ന് എനിക്ക് 11 വയസ്സ് പ്രായമാണ്. ഞാൻ മതിലെടുത്തിട്ടാണ് അപ്പുറത്തേക്ക് അവരെ മുറ്റത്തേക്ക് ചാടിയത്. ആ ചാട്ടം എപ്പോഴും എൻ്റെ കാലുമെന്ന് അതിൻ്റെ തരിപ്പ് പോയിട്ടില്ല, കാരണം കുറച്ച് ആളുണ്ട്. കാണാനുള്ള കൗതുകം കൊണ്ട് ചാടിയതാണ്. അന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഇയാൾ. ആ ഇരിക്കുന്ന സമയം മൊഹർ ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ചന്ദ്രനാടനെ പള്ളിയിൽ മൊഹർ ബാങ്ക് കൊടുത്തു. മൊഹർ ബാങ്ക് കൊടുത്തപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു സ്വഭാവമുണ്ട്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ മൂപ്പര് എല്ലാ പരിപാടിയും നിർത്തും. അദ്ദേഹം വലിയ തോട്ടമുള്ള ആളാണ്, തോട്ടം നനയ്ക്കുന്ന ആളാണ്. മോട്ടറടിച്ച് തോട്ടം നനയ്ക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ മോട്ടർ ഓഫ് ചെയ്യും. അവിടെ തന്നെ ഒളു ചെയ്ത് ഉടനെ തന്നെ വസ്ത്രം മാറ്റി പള്ളിയിൽ പോകും. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകും. അത് അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവമായിരുന്നു. ആ ആള് ഇയാളോട് ചോദിച്ചു, ഇവിടെ അടുത്താണ് പള്ളി, ബാങ്ക് കൊടുത്ത് നമുക്ക് പള്ളിയിൽ പോകില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപാട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന 2 ആൾക്കാർ ഉണ്ടെന്ന്, നിസ്കാരത്തിൻ്റെ കാര്യം മൂപ്പരോട് പറയണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകും. ഇങ്ങോട്ട് വരില്ല, ഇവർ നിസ്കരിക്കില്ല, നിസ്കാരം മൂപ്പർക്കില്ല. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ നമ്മളെ സഹായിക്കണം, നോക്കണം. സ്വന്തം ഉമ്മാനി സ്വന്തം കുടുംബത്തിന് തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യൻ. അയാളോടെ ഇപ്പം നമ്മളെ ആൾക്കാർ ഇരുന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മളെ നോക്കണം. അയാൾ കേൾക്കുമോ? ഇല്ല. അതല്ല പറഞ്ഞു കേൾക്കൂല. അയാൾ സഹായിക്കുമോ? സഹായിക്കൂല. പക്ഷെ ആളുകൾ പറഞ്ഞാൽ സഹായിക്കും, അയാൾ നോക്കും. ഇത്തരമുള്ള കാര്യങ്ങൾക്ക് നിരന്തരമായ പ്രഭാഷണങ്ങളെക്കാൾ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ, ഈ ഷബാബിലും പുടമയിലൊക്കെ ലേഖനങ്ങൾ കൃത്യമായി എഴുതി അത് വായിക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രചരണമാണ് ഏറ്റെടുത്തൂടെ? നമ്മുടെ ആളുകളും നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾക്ക് നമ്മൾ കാരണമായാൽ അത് നാളെ മഹ്ശറിൽ നമുക്ക് വലിയൊരു പുണ്യമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊരു സന്തോഷ വാർത്തയുണ്ടല്ലോ. നമ്മളൊക്കെ മരിക്കണ സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, പിന്നെ അവരതിൽ മുസ്തഖീമില്ല, പിന്നെ ഒരു ഭീമാപ്പള്ളിക്ക് പോയിട്ടില്ല, ഒരാളെയും വിളിച്ചിട്ടില്ല, ആരെയും തേടിയിട്ടില്ല, എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവോട് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ മരണസമയത്ത് നമ്മുടെ മുഴുവൻ വിഷമതകളും ഒഴിവാക്കിക്കൊണ്ട് ആ മലക്കുകൾ നമ്മളോട് പറയും, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾ മടങ്ങുന്ന സ്വർഗത്തിലെ സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ആ സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നിരിക്കുക. കാരണം മുഅ്മിനുകൾക്ക് മാത്രമാണ് ഇത് കിട്ടുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അങ്ങനെയുള്ള നമുക്ക് ഇതിനെതിരെ പോകുന്ന, ജാറങ്ങളിൽ പോകുന്ന, ദർഗകളിൽ പോകുന്ന, നേർച്ചകൾ നടത്തുന്ന, വഴിപാടുകൾ നടത്തുന്ന, ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ സഹോദരിമാരെ, സഹോദരന്മാർക്ക്
ഒരു ചെറിയ ഒരു വെളിച്ചം നൽകാൻ ഈ പറയപ്പെടുന്ന നമ്മുടെ വാരികൾ കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മരണാനന്തരം നമ്മുടെ ഖബറിൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ എത്രയാണെന്ന് നമുക്കറിയില്ല. ധാരാളം അനുഭവങ്ങൾ ഇതിൻ്റെ ഒപ്പം നിങ്ങളോട് പറയാനുണ്ടെങ്കിലും നമ്മൾക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് ചെറിയ 1-2 കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തിൽ നിന്ന്, ഈ ബർക്കത്തിൽ നിന്ന്, ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഇത് ഒരിക്കലും കേട്ടുപോകാനുള്ളതല്ല, പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന ഒരു ഉറപ്പോടുകൂടി വേണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു വർഷത്തേക്ക് 2 കൂടി 1000 എത്രയാണ് അപ്പോൾ സാറേ, സുഹൈർ സാറേ, 1000 ഉറുപ്പിയാണ് ഒരു വർഷത്തേക്ക് 2 തുടവയ്ക്കും ശബാബിനും കൂടി ഒരു വർഷത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. തീർച്ചയായിട്ടും നമുക്കത് സാധിക്കുന്നതാണ്. അല്ലാഹു അതിനുള്ള ഖൈറും ബർക്കത്തും നൽകി അല്ലാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. നമ്മൾ മുഖേന ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ തനതായ ആദർശങ്ങൾ മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുന്നവരിലൂടെ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു സദഖത്തുൻ ജാരിയ എന്ന നിയത്തിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. തുടർച്ചയായി നിലനിൽക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾ ആളുകളിലേക്ക് ഇൽമുൻ നാഫിഅ ഇൽമ് ആളുകൾക്ക് നൽകുന്നതിലൂടെ അത് സാധ്യമാകുന്ന ഒന്നാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനുള്ള ഒരു തീരുമാനം കൂടി നമ്മുടെ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുകയും ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങളതിന് റെഡിയാണ് എന്ന് പറയാനും നമുക്ക് സാധിക്കണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാരകമായിട്ടുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമുക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്ത മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അയൽവാസികൾ, അവരുടെ ബർസഖയായ ലോകത്തെക്കുറിച്ച് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവേ, ആ വിശ്വാസികളായി നിന്റെ ബർസഖയായ ലോകത്തുള്ളവരെ അല്ലാഹുവേ നീ സന്തോഷിപ്പിക്കണേ. അല്ലാഹ് നാളെ മഹ്ശറയിൽ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ചേർക്കണേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തൊരു കാര്യമാണോ ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് പ്രേരിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്, സത്യസന്ധമായും ദീനിനു വേണ്ടി ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സാമ്പത്തികം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചല്ലോ എന്ന സന്തോഷം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.